ഹായ് ഗൈസ്, ഐ ആം ബാക്ക്. നമ്മളെ ബ്രെയിൻ ടെസ്റ്റിന്റെ പാർട്ട് 2 ആണ്. കഴിഞ്ഞ പാർട്ടി നമ്മൾ ഓൾമോസ്റ്റ് കുറെ കേസ് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. എന്റെ ഐക്യു ഇപ്പൊ ഏത് ലെവലോളം പോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ ഇങ്ങനെ എന്റെ ബുദ്ധി ഉപയോഗിക്കുകയാണെങ്കിൽ ഡിക്റ്റേറ്റീവ് മേഹുലിന്റെ ലോജിക്കൽ ലോകത്ത് നമുക്ക് ഇനിയും വലിയ കേസുകൾ തെളിയിക്കാൻ പറ്റോ ഇല്ലയോ? അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. 2-3 കൊലക്കുറ്റൊക്കെ വരട്ടെ, എന്നാലേ പൊരിക്കത്തുള്ളൂ. നമ്മളിന്ന് പൊളിക്കും. ആലിയ ഒരു ഡാൻസ് പാർട്ടിയിലേക്ക് പോകുന്നു. അവിടെ എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഡാൻസ് പാർട്ടിയിൽ പോകുന്നു, എല്ലാ ആൾക്കാരും ഡാൻസ് കളിക്കുന്നു എന്ന് പറയാത്ത ഭാഗ്യം. പിന്നെ ഡാൻസ് പാർട്ടി പോയിട്ട് ഡാൻസ് അല്ലാണ്ട് പിന്നെ നിന്ന് കളിക്കാൻ സവാള അരിയാൻ പറ്റുമോ? കാലത്തിന് ശേഷമാ ഇങ്ങനെ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുന്നത് തന്നെ ലൈറ്റ് പോവുകയും കുറച്ചു നേരം കഴിഞ്ഞു 24 മണിക്കൂർ കേസിന്റെ പയ്യന്നെ നടക്കലും തുന്നലല്ലേ നിന്റെ പരിപാടി. ഇടക്കൊക്കെ പാർട്ടിയിലെല്ലാം കുറച്ച് എൻജോയ്മെന്റ് എല്ലാം വരട്ടെ. ഇവര് പോകുന്ന സ്ഥലത്തൊക്കെ എങ്ങനെയാണെങ്കിലും പ്രശ്നങ്ങൾ വരാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആരെങ്കിലും മാല അടിച്ചു മാറ്റില്ല, അവിടെ ആരെങ്കിലും മരിക്കും. ഇവർക്ക് വേണ്ടിട്ട് കേസ് ആരോ ഒരുക്കി വെച്ച പോലെയാണ്. എവിടെ പോയി കഴിഞ്ഞാൽ അവിടെ കേസ് വരും. ഞാൻ അത് വരികയും ചെയ്തു. അപ്പോഴേക്കും സ്നേഹ ഡാൻസ് ചെയ്യുവാനായി ഡാൻസ് ഫ്ലോറിലേക്ക് കയറിയപ്പോൾ അവിടെ സ്ലിപ്പായി വീഴുന്നു. ആ വീഴ്ചയിൽ അവളുടെ മരണവും സംഭവിക്കുന്നു. അപകടം കാരണം പാർട്ടി നിർത്തി വെച്ചിരിക്കുകയാണ്. അവരവരുടെ വീടുകളിലേക്ക് ചെല്ലുക. ആരും ഒരു സ്ഥലത്തും പോകില്ല. ഇതൊരു ക്രൈമാണ്. ഇത് ചെയ്ത ക്രിമിനൽ നിങ്ങൾ ആരോ ഒരാളാണ്. ഓക്ക് ഡാൻസ് കളിക്കാറിയാണ്ട് ഊരി വീണിട്ട് തലയടിച്ച് ചത്തേരി ഇതെങ്ങനെ ക്രൈം ആവും? അവിടെ എന്തൊക്കെ വെള്ളമൊക്കെ കാണുന്നുണ്ട്. ഇനി മേ ബി അതൊക്കെ ആരെല്ലാം ഒഴിച്ചിട്ടിട്ട് മനഃപൂർവ്വം കൊന്നതാണെങ്കിലും ലോജിക്കലി നമ്മളിപ്പോ വളരെ സിമ്പിൾ ആയിട്ട് പല കാര്യങ്ങളും ലോജിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നെ കൊണ്ട് വയ്യ, ഞാൻ മാറിയല്ലേ സത്യം പറഞ്ഞ. ഇതെങ്ങനെയാണ് മനസ്സിലായത്? എന്താ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ? അതെ സിമ്പിൾ ഞാൻ പറയല്ലേ. അവിടെ ആദ്യം വെള്ളം ഒന്നും ഇല്ലായിരുന്നു, രണ്ടാമത് വെള്ളം വന്നു. അതെങ്ങനെ വന്നു? ആലിയ ഡാൻസ് ഫ്ലോർ പരിശോധിച്ചപ്പോൾ ബ്ലൂ നിറത്തിൽ ആരോ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് മൂത്രം ഒഴിച്ചു പോയിട്ടുണ്ടാവും. ആ മൂത്രത്തിൽ ചവിട്ടി അവൾ ഊരി വീട് അടിച്ച് മരിച്ചു. ദാരുണാന്ത്യം. കേസ് ക്ലോസ്. ഡിറ്റക്റ്റീവ് മേഹുൽ റോക്സ്. ഒരു ദ്രാവകം കിടക്കുന്നത് കാണുന്നു. അത് നേരത്തെ അവിടെ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ആലിയയുടെ ഒരുത്ത മൂമ്പോക്ക് ഇടുന്നുണ്ട് നിങ്ങൾ ഗൈസ്. മൈക്കൽ ജാക്സൺ പോലെ ഇമാതിരി മൂമ്പോക്ക് ഇട്ടിട്ടില്ല. മൂമ്പോക്ക് കണ്ടുപിടിച്ച തന്നെ മൈക്കൽ ജാക്സൺ. ആമ്പോലും ഇട്ടിട്ടില്ല ഇങ്ങനത്തെ മൂമ്പോക്ക്. എല്ലാവരും ഞെട്ടുന്നു. അതെങ്ങനെ സാധിക്കും? ഇത്രയും ആളുകളുടെ ഇടയിൽ വെച്ച് എങ്ങനെ കൊലപാതകം നടക്കും? ഈ ലിക്വിഡ് ഡാൻസ് ഫ്ലോറിൽ എങ്ങനെയാ വന്നത്? അതറിയെങ്കിൽ പിന്നെ ഞാൻ അവിടെ നിൽക്കണ പൊട്ട. അത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മളിവിടെ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത്. കുറച്ച് സമയം എന്താ അതിന്റെ ഇടയിൽ കൂടെ എന്റെ കൊണക്കലി മൂട് പിടിച്ച് ഞാൻ ആ ഫ്ലോറിലിട്ട് ഒരച്ചിട്ട് അതൊക്കെ തുടക്കൂ. ആ ലൈറ്റ് പോയ സമയത്ത് കൊലപാതകി ഒരുപക്ഷെ ആ ദ്രാവകം ഡാൻസ് ഫ്ലോറിൽ ഒഴിച്ചു കാണും. ലൈറ്റ് പോകുന്നതിന് തൊട്ടു മുൻപ് ഡാൻസ് ഫ്ലോറിന്റെ അടുത്ത് ഞാൻ 4 പേരെ കണ്ടിരുന്നു. അരുൺ, ദീപക്, ഏക്ത, ഗൗതം. ഇവർ 4 ആൾക്കാരെ പോലെ അവിടെ കണ്ടതെന്നാണ് പറയുന്നത്. ആലിയ 4 പേരെയും വിളിച്ച് ചോദ്യം ചെയ്യുന്നു. ഏക്ത പറയുന്നു, ഞാൻ എന്റെ ബോയ് ഫ്രണ്ടുമായി ഫോട്ടോ എടുക്കുകയായിരുന്നു. നോക്കൂ, ഇതാ ഫോട്ടോ. അരുൺ പറയുന്നു, ഞാൻ സെൽഫി എടുക്കുകയായിരുന്നു. ഇത് നോക്കൂ. ദീപക് പറയുന്നു, ഞാൻ എന്റെ ഡ്രിങ്ക് ഫിൽ ചെയ്യുവാൻ പോയിരുന്നു. ഗൗതം പറയുന്നു, എനിക്ക് വീട്ടിൽ നിന്നും കോൾ വന്നിരുന്നു. സംസാരിക്കുവാനായി ഞാൻ ക്ലബിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതാ. ദാ നോക്കൂ റെക്കോർഡ്. ആലിയ എല്ലാവരും പറയുന്നത് കേൾക്കുകയും അവർ നൽകിയ തെളിവുകൾ പരിശോധിക്കുകയും ചെയ്ത ശേഷം ശരിക്കുള്ള കൊലപാതകി ആരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്റെ ലോജിക്കലി ഞാനത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. നമുക്ക് ഇതുപോലത്തെ ക്ലൂസ് കിട്ടുമ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റിനെക്കാട്ടും കൂടുതൽ നോക്കുന്നത് അവരുടെ കയ്യിലുള്ള ഉപകരണങ്ങളിലായിരിക്കണം. എന്റെ നിഗമനം ശരിയാണെങ്കിൽ ഇവളെ പേരെന്ത്? ഇവളെ കയ്യിലെ ബാഗിൽ ഒരു കുപ്പി കാണുന്നുണ്ട്. മേ ബി പെണ്ണുങ്ങളെ കൊല്ലാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പെണ്ണുങ്ങന്മാർ ഇങ്ങനെ കൊല്ലത്തില്ല. നമ്മളിപ്പോ പലതും ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ടല്ലേ. ഞാൻ സൂപ്പറായി. ആലിയ എല്ലാവരുടെയും തെളിവുകൾ പരിശോധിക്കുന്നതിനിടയിൽ ഏക്ത കാണിച്ച ഫോട്ടോയിൽ ഏക്തയുടെ പേഴ്സിലേക്കും ശ്രദ്ധിക്കുന്നു. അതിന്റെ ഫ്രണ്ട് സൈഡിൽ ഒരു ബോട്ടിൽ വച്ചിരിക്കുന്നത് ആലിയ കാണുന്നു. അതിനുള്ളിൽ ഒരു ബ്ലൂ ലിക്വിഡ് ഉള്ളതായും കാണുന്നു. എന്നാൽ ഇപ്പോൾ ആ ബോട്ടിൽ കാലിയായിരിക്കുന്നതായും ആലിയ ശ്രദ്ധിച്ചു. അത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അത് ക്യാമറയുടെ അതിൽ ഫോട്ടോയില് ഭയങ്കര ചെറുതായിരുന്നു. അത്രയും ഞാൻ ഒബ്സർവ് ചെയ്തില്ല. പക്ഷെ കുപ്പയുള്ളത് മാത്രം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായില്ലേ സംഭവം. ഞാൻ ഈ വീഡിയോ കണ്ടിട്ടല്ല ഞാനിത് ചെയ്യുന്നത്. ഞാൻ കാണാണ്ട് തന്നെയാണ് എന്റെ ഫസ്റ്റ് കാണലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് എന്റെ ലോജിക്കലി യൂസ് ചെയ്യുന്നത്. സോ ഫോട്ടോയുടെ കാര്യമൊന്നും ഞാൻ അത്ര ചിന്തിച്ചില്ല. കുപ്പി ഉണ്ടെന്ന് മാത്രം ഞാൻ ചിന്തിച്ചു. ബാഗിന്റെ അകത്ത് ഒഴിച്ചു വെക്കാൻ പറ്റത്തില്ല ലിക്വിഡ്. ആലിയ അവളെ പിടികൂടുന്നു. വരും, നമുക്കിനി അടുത്ത റെഡിലേക്ക് പോവാം. ആലിയ ഒരു ദിവസം തന്റെ ബാങ്കിലേക്ക് പോകുന്നു. ബാങ്ക് മാനേജറെ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ ബാങ്കിലെ 3 എംപ്ലോയീസ് അവിടെ വരുന്നു. നിങ്ങൾ ഇന്നും ലേറ്റ് ആണല്ലോ. കസ്റ്റമേഴ്സ് എത്ര സമയമായി വെയിറ്റ് ചെയ്യുന്നു? മോഹൻ പറയുന്നു, സർ ഞാൻ ഇന്നലെ പടിയിൽ നിന്നും ഒന്ന് വീണു. എന്റെ കാലിൽ ഫ്രാക്ചർ ആയി. ഇന്ന് രാവിലെ ഡോക്ടറെ കാണാൻ പോയിരുന്നു.
പ്ലാസ്റ്റർ ഇടുന്നതിന് അതാ ലേറ്റ് ആയത്. ലീന പറയുന്നു, സർ ഞാൻ മഴയത്ത് നനഞ്ഞു, അതിനാൽ ഡ്രസ് ചേഞ്ച് ചെയ്യുവാൻ പോയപ്പോഴാ ലേറ്റ് ആയി പോയത്. അങ്കിത് പറയുന്നു, ആക്ച്വലി എന്റെ ബൈക്കിന്റെ ടയർ പഞ്ചറായി പോയി. ഇതിൽ ആരോ ഒരാൾ കള്ളം പറയുകയാണ്. ലോജിക്കൽ ആർമി, ഒരാൾ കള്ളം പറയുകയാണെന്ന് ആലിയക്ക് എങ്ങനെയാണ് മനസ്സിലായത്? ഒരാൾ എന്താണ് കണ്ടുപിടിച്ചത്? ഒരാൾ ഒറ്റ മിനിറ്റ് ഒന്ന് ബാക്ക് അടിക്കട്ടെ, ഒരു സംഭവം കേൾക്കാൻ വേണ്ടിട്ടാണ്. എന്റെ കാലിൽ ഫ്രാക്ചർ ആയി എന്ന് പറഞ്ഞിട്ട് കൈ കാണിക്കുന്നോളാ പൊട്ട. സസ്പീഷ്യസ് അല്ലേ ഉടായിപ്പല്ലേ? ഇതില് രണ്ടാൾക്കാര് കള്ളം പറയുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഇവള് പറയുന്നത് ഇവള് മഴയത്ത് നനഞ്ഞു, ഇവളെ മോന്തലെ മേക്കപ്പ് ഒന്ന് നേടി ഒലിച്ചു വയ്ക്കും. ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോകുന്ന മേക്കപ്പ് എടുത്ത് ഇട്ടേനി അവിടെ. എന്തായാലും ഇവന്റെ സസ്പീഷ്യസ് ആണ്, ബിക്കോസ് പക്കക്കള്ളം. അവർ ലേറ്റായ കാരണങ്ങൾ പറഞ്ഞപ്പോൾ മോഹൻ കാലിൽ പൊട്ടലുണ്ടായെന്നാണ് പറഞ്ഞത്. പക്ഷെ അവൻ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത് കയ്യിലാണ് കണ്ടുപിടിച്ചു. ആരെയാടെ ഈ പറ്റിക്കുന്നേ? എന്നെയാണടാ നീ പറ്റിക്കുന്നേ? നിന്നെക്കാട്ടും വലിയ ആൾക്കാരെയും കണ്ടു തുടങ്ങി മോനെ. ഇനി നമ്മൾ ഇതൊക്കെ പുഷ്പം പോലെ കണ്ടുപിടിക്കും. കാലിലാണ് ഫ്രാക്ചർ എങ്കിൽ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടത് എങ്ങനെയാണ്? അതായത് അവൻ കള്ളം പറയുകയാണ്. ആലിയുടെ ബുദ്ധിശക്തിക്ക് ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. ആലിയുടെ ബുദ്ധിശക്തിക്കല്ല, വെക്ടറിന്റെ ബുദ്ധിശക്തിക്ക് നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്ക് ഇടണം. ആലിയ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഞാനാണെങ്കിൽ കണ്ടുപിടിച്ച് പറഞ്ഞത്. ആലിയയ്ക്ക് ഒരു കോൾ വരുന്നു. BGLR കോളേജിന്റെ പ്രിൻസിപ്പൽ ആലിയോട് അവിടെ വരെ ഒന്ന് ചെല്ലുവാനും പറയുന്നു. ആലിയ മേഹുലൊന്നും വേണ്ട ഇപ്പൊ ആയിരിക്കും. മേഹുലാരും വിളിക്കുന്നില്ലല്ലോ, ഫുള്ള് ആലിയനാണ് വിളിക്കുന്നത്. ആലിയ അപ്പത്തേക്കോ കേസ് കളിച്ച് മേഹുലിനെക്കാട്ട മുകളിലായ. ഇങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. നമ്മുടെ കോളേജിലെ ഒരു ടീച്ചറിനെ ആരോ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. അതെ, മലറിനെ ഏതോ ഒരു സ്റ്റുഡന്റ് കിഡ്നാപ്പ് ചെയ്ത് തോന്നുന്നുണ്ട് കേട്ടാ. മലർ ടീച്ചറാന്ന് തോന്നുന്നു. സംശയമുണ്ടോ? എനിക്ക് 3 പേരെ സംശയമുണ്ട്. അവരുമായി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ടീച്ചർ വഴക്കുണ്ടാക്കിയിരുന്നു. 3 പേരെയും വിളിച്ചു വരുത്തി വഴക്കുണ്ടാക്കിയതിന്റെ പേരിൽ കിഡ്നാപ്പ് ചെയ്തായിരുന്നു. ചോദ്യം ചെയ്യുന്നു. സോഹൻ പറയുന്നു, ആ ടീച്ചറെ കിഡ്നാപ്പ് ചെയ്തത് നല്ല കാര്യമായി, വളരെ റൂഡായിരുന്നു. സൂരജ് പറഞ്ഞു, ഇനി എന്തായാലും കോളേജിൽ സമാധാനം ഉണ്ടാകും. നേഹ പറയുന്നു, എനിക്കൊന്നും അറിയില്ല, നിങ്ങൾ ഒരു കാര്യമില്ലാതെ എന്നെ സംശയിക്കുകയാണ്. ആലിയ 3 പേരും പറഞ്ഞത് ശ്രദ്ധയോടെ കേൾക്കുന്നു. എനിക്ക് ആ ടീച്ചറുടെ റൂം ഒന്ന് കാണിച്ചു തരാമോ? പ്രിൻസിപ്പൽ ആലിയെ കിഡ്നാപ്പ് ചെയ്തു. 3-ൽ ആരാന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? 3 ആൾക്കാർക്ക് ആ ടീച്ചർ പോയിരുന്നെങ്കിൽ നല്ലതായിരുന്നുള്ള ഡെപ്പോഫിലാണ് ഇരിക്കുന്നത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. ആ റൂം മുഴുവനും ശ്രദ്ധയോടെ വീക്ഷിക്കുന്നു. അപ്പോൾ ആലിയയ്ക്ക് ഒരു പടം വരച്ച പേപ്പർ കിട്ടുന്നു. ആലിയ ആ പടം ശ്രദ്ധയോടെ നോക്കുന്നു. അപ്പോൾ തന്നെ കിഡ്നാപ്പർ ആരാണെന്നും ആലിയയ്ക്ക് മനസ്സിലാകുന്നു. ഒരു കൊച്ച് പ്ലസ് ബെഡ് ഈക്വൽ ടു സൂരജും കൂടി എന്തോ ഒരു ബന്ധമുണ്ട്. ശോഹം എന്ന് പറഞ്ഞാ നേഹ. സൂരജാണ് ഇനി എല്ലാം കൂടിയോ? സൂര്യനായിട്ടൊരു ബന്ധമുള്ളത്. സൂരജ് വല്ല ടാറ്റു ഒരു മേത്തങ്ങാനുണ്ടാ? ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. സൂര്യനും സൂരജും തമ്മിൽ ഒരു പേരിനൊരു വ്യത്യാസം ഉള്ളതുകൊണ്ട് ഞാൻ സൂരജ് എന്ന് കണക്ക് കൂട്ടുവാണ്. നീ ആടാ കിഡ്നാപ്പ് ചെയ്ത കള്ളപ്പേറക്കി. ഈ കേസ് മിക്കവാറും പൊട്ടും. ഇവിടെ കിഡ്നാപ്പർ സൂരജാണ്. ഡ്രോയിങ്ങിൽ ആദ്യത്തെ പടം ഒരു കുട്ടിയുടേതാണ്, അതായത് രണ്ടാമത്തേത് ഉറങ്ങുന്നതാണ്, അതായത് നാപ്പ്. അപ്പോൾ കിഡ്നാപ്പ്. 3-ാമത്തെ പടം സണ്ണാണ്, അതായത് സൂരജാണ് കിഡ്നാപ്പ് ചെയ്തതെന്നുള്ള ക്ലൂ അവിടെ ഇട്ടിട്ടാ പോയത്. ഇതാടെ ഇങ്ങനെയുള്ള വരച്ച കിഡ് നാപ്പ് കിഡ്നാപ്പ് സൂരജ്. What is this? Oh my God, what is this? നമ്മളെ കേസൊന്നും നോക്കണ്ട, ഏത് രീതിയിലാണ് കേസ് പോയതെന്നൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കേസ് തെളിയിക്കാ, തിരിച്ചു വരാം, അത്രമാത്രം. ചിരിപ്പിക്കല്ല എന്നെ കൊണ്ടുവരുന്നത്. അങ്ങനെ സൂരജിൽ നിന്നും ടീച്ചറെയും രക്ഷപ്പെടുത്തുന്നു. വരൂ നമുക്കിനി അടുത്ത കേസ്. ടീച്ചറല്ലല്ലോ, മാഷല്ലേ പറ്റിച്ച് സോൾവ് ചെയ്യാം. ആലിയ ഒരു ആന്റിക് സ്റ്റോർ കാണുന്നു. ആലിയയ്ക്ക് വളരെ സന്തോഷമായി, കാരണം ആലിയയ്ക്ക് ആന്റിക് സാധനങ്ങൾ വളരെ ഇഷ്ടമാണ്. ആലിയ അകത്തേക്ക് പ്രവേശിക്കുന്നു. അകത്ത് കയറിയപ്പോൾ അവിടെ ഒരു ആന്റിക് കണ്ണാടി പൊട്ടിക്കിടക്കുന്നത് കാണുന്നു. അപ്പോൾ അവിടെ ഷോപ്പിന്റെ ഓണർ വരുന്നു. ഇതെങ്ങനെയാ സംഭവിച്ചത്? ഇത്രയും വില കൂടിയ ഈ കണ്ണാടി എങ്ങനെയാ പൊട്ടിയത്? അപ്പോഴല്ല, ആലിയ ഫസ്റ്റ് കൈ കൊണ്ടെടുത്ത ആലിയാണ് പൊട്ടിച്ചത്. ആലിയക്കെതിരെ കേസ് കൊടുക്കുക ഫസ്റ്റ്, എന്നിട്ട് മതി ബാക്കി. ആരോ ആണ് ആ കണ്ണാടി പൊട്ടിച്ചതെന്ന് ആലിയയ്ക്ക് മനസ്സിലാകുന്നു. ആലിയയ്ക്ക് സംശയം തോന്നിയ കടയിലുണ്ടായിരുന്ന 4 പേരെയും അടുത്തേക്ക് വിളിക്കുന്നു. മെയ്ഡ് പറഞ്ഞു, ഞാൻ സ്റ്റോറിൽ വൃത്തിയാക്കിയായിരുന്നു, എനിക്കൊന്നും അറിയില്ല. പെയിന്റർ പറഞ്ഞു, ഞാൻ മെയിൻ ഗേറ്റ് മുഴുവനും പെയിന്റ് ചെയ്തു, എനിക്ക് വേറെ ഒന്നും അറിയില്ല. സ്റ്റാഫ് പറഞ്ഞു,
ഞാൻ ആന്റിക് സാധനങ്ങൾ പാക്ക് ചെയ്യുകയായിരുന്നു. ഞാൻ മിറർ ആരാ പൊട്ടിച്ചതെന്ന് കണ്ടിട്ട് പോലുമില്ല. കാഷ്യർ പറഞ്ഞു. കോൾ വന്നതുകൊണ്ട് സംസാരിക്കാനായി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. ആലിയ 4 പേരുടെയും വാക്കുകൾ കേട്ടിട്ട് ആരാണ് മിറർ പൊട്ടിച്ചതെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കൽ ആർമി? ബിക്കോസ് ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആണ് ആവശ്യം. കാരണം കണ്ണാടി പൊട്ടിച്ചതാണ്. അപ്പൊ കണ്ണാടിയാണ് പൊട്ടിയത് എന്ന് ഇവരടുത്ത് ആരടുത്തെങ്കിലും ആരടുത്ത് പറഞ്ഞില്ലല്ലോ. ഈ ചുവന്ന തൊപ്പിയിട്ട കള്ള ഇബിലീസ് പറയുന്നുണ്ടായിരുന്നു, കണ്ണാടി പൊട്ടിച്ചത് ആരാന്ന് എനിക്ക് അറിയാൻ പാടില്ല. കണ്ണാടി പൊട്ടിച്ച ആരാന്ന് അറിയൂല പോലും. എനിക്ക് അറിയാണ്ടാണോ പിന്നെ കണ്ണാടിയാണോ എനിക്ക് മനസ്സിലായത്? ആ കണ്ണാടി പിന്നെ ആരാ പൊട്ടിച്ചത്? നിന്റെ തന്തയാണോടാ കള്ള പെറുക്കി. ആലിയ കടയുടെ അകത്തേക്ക് വന്നപ്പോൾ മെയിൻ ഡോർ കൈകൊണ്ട് തുറന്നാണ് വന്നത്. അതിൽ പെയിന്റ് അടിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായും ആലിയയുടെ കൈകളിൽ പെയിന്റ് ആയാനെ. പിന്നെ പെയിന്റർ പെയിന്റ് അടിച്ചുകൊണ്ടാണ് ഇരുന്നതെങ്കിൽ അയാളുടെ കൈകളിലോ ഉടുപ്പിലോ പെയിന്റിന്റെ വായിക്കണോ? ആ ഞാൻ വരുന്നേ സാധനം വായിച്ചു കൊടുത്തിട്ടായിരുന്നു. ആ സംഭവം പുള്ളിയെങ്കിലും കാണേണ്ടതായിരുന്നു. എന്നാൽ അയാളെ വളരെ ക്ലീൻ ആയാണ് അവിടെ കണ്ടത്. അയാൾ കള്ളം പറയുകയായിരുന്നു. അയാൾ അയാളുടെ തെറ്റും സമ്മതിക്കുന്നു. വരൂ, നമുക്കിനി അടുത്ത റെഡിലേക്ക് പോകാം. നമ്മളെല്ലാം തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 6 മാസത്തെ കോഴ്സ് 1 മാസം കൊണ്ട് തീർത്തു എന്നുള്ള രീതിയിൽ നമ്മൾ തിരിച്ച് പിന്നെയും ഡിറ്റക്റ്റീവ് അവിടത്തേക്ക് കയറിയിട്ട് വലിയ വലിയ കേസുകളൊക്കെ പിന്നെ തലയിൽ അടിച്ചേൽപ്പിക്കും. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കയറാം. ആദി രാവിലെ മോർണിംഗ് വാക്കിന് ശേഷം പാർക്കിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഐസ്ക്രീം ഷോപ്പിന്റെ അടുത്തേക്ക് നീങ്ങി. അവിടെ എത്തിയപ്പോൾ ആദി വിചിത്രമായ ഒരു കാഴ്ച കാണുന്നു. അത് കണ്ട ആദി അവിടെ തന്നെ നിന്ന് പോകുന്നു. നിങ്ങൾക്ക് പറയാമോ ആദിക്ക് അവിടെ എന്ത് കുഴപ്പമാണ് കാണുവാൻ സാധിച്ചതെന്ന്? ഇവിടെ കുഴപ്പം കാണിച്ച ഒരുത്തൻ ചോര നക്കി കുടിക്കണം ഐസ്ക്രീമിന്റെ മണ്ടക്ക്. അതായത് ഇവന്റെ ഐസ്ക്രീമിന്റെ മണ്ടക്ക് എന്തോ ഒളിച്ചിറക്കുന്ന പോലെ കാണുന്നു. ഇവന്റെ എന്തോ ബ്ലഡ് പോലത്തെ എന്തോ സംഭവം ഉണ്ട്. ഈ ചോന്ന മറ്റേ കളർ ഒഴിച്ചു കൊടുത്തതാണോ എന്ന് എനിക്കറിയില്ല. മഞ്ഞ കളറിൽ ഇവന്റെ മണ്ടയിലും ഐസ്ക്രീമിലും എന്തോ ഒരു മഞ്ഞ കളർ കാണുന്നുണ്ട്. ഇതൊന്നും ചോര കാണുന്ന ഇവന്റെയിലാണ് സസ്പീഷ്യസ് ആയിട്ട് എന്തോ ഉള്ളത്. ആദ്യം 3 പേരുടെയും കയ്യിലെ ഐസ്ക്രീം നോക്കിയപ്പോൾ സ്ട്രോബെറി ഫ്ലേവറിലുള്ള ഐസ്ക്രീമിന് എന്തോ പ്രശ്നമുള്ളതായി തോന്നി. മാംഗോ ഫ്ലേവറിന്റെ അലിഞ്ഞ ഭാഗത്ത് മഞ്ഞ കളറും ചോക്ലേറ്റ് ഫ്ലേവറിന്റെ അലിഞ്ഞ ഭാഗത്ത് ബ്രൗൺ നിറവും തന്നെയായിരുന്നു. പക്ഷേ സ്ട്രോബെറി ഐസ്ക്രീമിന്റെ അലിഞ്ഞ ഭാഗത്ത് റെഡ് കളർ എങ്ങനെയാണ് വരുന്നത്? ആദി ഉടൻ തന്നെ അദ്ദേഹത്തെ ആ ഐസ്ക്രീം കഴിക്കുന്നതിൽ നിന്നും തടയുന്നു. ഐസ്ക്രീം ലാബിലും ടെസ്റ്റ് ചെയ്യുന്നു. അതിൽ പോയിസൺ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആ ഐസ്ക്രീം വിൽപ്പനക്കാരനെയും പിടികൂടുന്നു. വരും, നമുക്കിനി അടുത്ത റെഡിലേക്ക് പോകാം. പൂർവിയുടെ ബോസ് കേസ് അത്രേനേ ഉള്ളൂ. അയാള് പോയിസൺ ഇട്ട് കൊടുത്താണ് ഈ ചെക്കിന് കൊല്ലാൻ വേണ്ടിയിട്ട്. മറ്റോ ഐസ്ക്രീം കുടിക്കാൻ പോയ സമയത്ത് തന്നെ ആളെ കണ്ട് അപ്പം തന്നെ എടുത്ത് അപ്പം തന്നെ പോയി റിസർച്ചിലെല്ലാം പോയി അപ്പം തന്നെ പോയിസൺ ഉണ്ട് എന്ന് കണ്ടുപിടിച്ച് കേസ് സോൾവ് ആയി. ആ കേസ് തുടങ്ങിയിട്ടില്ല എന്ന് വിചാരിച്ചത്. അതിന്റെ ബാക്കിന് എന്തോ ഉണ്ട്. അത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് ആണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ തുടക്കത്തിൽ തന്നെ ആ കേസ് അങ്ങ് തെളിയിച്ചു. അവരുടെ ക്യാബിനിലേക്ക് വിളിപ്പിക്കുന്നു. നോക്കൂ, എന്റെ വീട്ടിൽ ഒരു ഇമ്പോർട്ടന്റ് ഫയൽ ഇരിപ്പുണ്ട്. അത് 10 മിനിറ്റ് കൊണ്ട് അവിടെ ചെന്ന് എടുത്തുകൊണ്ട് വരണം. പൂർവി ബോസിന്റെ വീട്ടിലേക്ക് എത്തുന്നു. 10 മിനിറ്റ് കൊണ്ട് പോയിട്ട് എടുക്കുക. ഉസൈൻ ബോൾട്ട് വീട് പാസ്വേഡ് കൊണ്ട് ലോക്ക് ചെയ്തിരിക്കുന്നതായി മനസ്സിലാക്കുന്നു. ആ ഡോർ ഓപ്പൺ ചെയ്യുന്നതിന് 4 ഡിജിറ്റ് കോഡ് അടിക്കണം. കോഡ് ചോദിക്കുന്നതിന് ബോസിനെ വിളിക്കുവാനായി ഫോൺ എടുക്കുന്നു. അപ്പോഴേക്കും അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകുന്നു. കോഡ് എൻ്റർ ചെയ്യുന്ന ബോക്സിന് മുകളിൽ ഒരു പാറ്റേൺ എഴുതിയിരിക്കുന്ന ചില സംഖ്യകൾ പൂർവ്വി കാണുന്നു. അത് കഴിഞ്ഞുള്ള 4 നമ്പറുകളാണ് ഗസ് ചെയ്യേണ്ടത്. ആ നമ്പർ തന്നെയായിരിക്കും ഡോർ ഓപ്പൺ ചെയ്യുന്നതിനുള്ള 4 ഡിജിറ്റ് കോഡ്. ലോജിക്കൽ ആർമി നമ്പർ സീരീസിന് നന്നായി മനസ്സിലാക്കി അടുത്ത 4 നമ്പറുകൾ ഏതാണെന്ന് കണ്ടുപിടിക്കുവാൻ ശ്രമിക്കും. അടുത്ത 4 നമ്പർ 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17. എനിക്ക് വയ്യ കണക്ക് പോക്കോ അടിച്ചിട്ടാ. ഇതൊന്നും ഇതൊന്നും കേസൊന്നുമില്ല. എന്തല്ലോ 2 + 3 = 5. 5 + 3 = 8. 5 + 8 = 13. അതായത് ഈ 2 നമ്പറുകളും തമ്മിൽ കൂട്ടുമ്പോൾ അടുത്ത സംഖ്യ ലഭിക്കുന്നു. 8 + 13 അതായത് 21. അടുത്ത നമ്പർ 13 + 21 അപ്പോൾ 34. അപ്പോൾ കോഡ് 2134 എന്നാണ്. പൂർവി അത് കണ്ടുപിടിക്കുന്നു. അത് എൻ്റർ ചെയ്ത് ഡോർ തുറന്ന പൂർവി പെണ്ണുങ്ങളടുത്ത് പറയണോ വീട് കുത്തി തുറന്ന് പാസ്വേഡ് പറഞ്ഞു കൊടുക്കാണ്ട് പാസ്വേഡ് അടിച്ച് ഇതാക്കുന്ന വെച്ച് വീട് കുത്തി തുറക്കുന്നത് സമയമല്ല. ഇവിടെ പിടിച്ച് ലോക്കപ്പിലിട്ട് ആലിയ ഒരു സലൂണിൽ ഫേഷ്യൽ ചെയ്യുന്നതിനായി പോകുന്നു. ഫേഷ്യൽ മസാജ് ചെയ്യുന്നതിനാൽ ആലിയയ്ക്ക് വളരെ സന്തോഷമായിരുന്നു. ആലിയയുടെ മുൻപിലേക്ക് 3 പേർ വരുന്നു. 3 പേരിൽ നിന്നും ഒരാളെ ആലിയയ്ക്ക് ചൂസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ആലിയ ഇവരിൽ ആരെയായിരിക്കും മസാജ് ചെയ്യുന്നതിനായി തിരഞ്ഞെടുക്കുക? 3 പേരെയും ശ്രദ്ധയോടെ ഒബ്സർവ് ചെയ്യും. മസാജ് ചെയ്യാൻ വേണ്ടിട്ട് ആരാണ് നോക്കാന്ന്? ഫേസ് മസാജിനോ? ഇവരിൽ ആരെ നോക്കുന്നു എനിക്ക് എങ്ങനെ മനസ്സിലാവും? ആലിയ നോക്കിയപ്പോൾ റൈറ്റ് ഭാഗത്ത് നിൽക്കുന്ന പെൺകുട്ടിയുടെ നഖങ്ങൾ വളരെ നീളമുള്ളതാണ്. അതുകൊണ്ട് മുഖം മുറിയുവാൻ സാധ്യതയുണ്ട്.
ലെഫ്റ്റ് സൈഡിലെ പെൺകുട്ടി ഒരുപാട് റിങ്സ് അണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആലിയ നടുക്ക് നിൽക്കുന്ന പെൺകുട്ടിയെ തിരഞ്ഞെടുത്തു. ഇതൊന്നും ഞാൻ നോക്കിയില്ല, പക്ഷെ ഞാൻ പറഞ്ഞ സംഭവം റെഡ് ടവർ നമുക്ക് കേസ് തെളിയിച്ചപ്പോൾ ചിലതൊക്കെ നമ്മൾ ചക്ക മുയൽ എന്നുള്ള രീതിക്ക് കേസ് അങ്ങ് തെളിയിക്കും. അത് ഈ ഡിറ്റക്റ്റീവ് വെക്ടറിന്റെ മാത്രം ഒരു കഴിവാണ്. ഇവിടെ കാണാൻ നല്ല ഗുണമുണ്ടായിരുന്നു, അപ്പൊ ഇവള് നല്ല മസാജ് ചെയ്യാനുള്ള കഴിവുണ്ടാവും ഞാൻ ചുമ്മാ വിചാരിച്ചു. സ്മാർട്ട് അല്ലേ? വരൂ നമുക്ക് അടുത്ത റെഡിലേക്ക് പോവാം. ആദി അവന്റെ വീട്ടിലേക്ക് ബൈക്കിൽ പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് അവൻ ബോധരഹിതനായി വീഴുന്നു. പിന്നീട് ബോധം തെളിഞ്ഞപ്പോൾ ഏതോ ഒരു ഡാർക്ക് റൂമിൽ അവനെ ട്രാപ്പ് ചെയ്തതായി മനസ്സിലാക്കുന്നു. നോക്കിയപ്പോൾ ആദിക്ക് അവിടെ 4 വാതിലുകൾ കാണുവാൻ സാധിച്ചു. ആദ്യത്തെ ഡോറിൽ വെളിയിൽ പോകുവാൻ വലതുവശത്തെ വാതിലാണ് ശരിയെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഡോറിലാകട്ടെ ഇതാണ് വലതുവശത്തെ ഡോർ എന്നാണ്. മൂന്നാമത്തേതിൽ പുറത്തു പോകുവാനായി ശരിയായ വാതിൽ തിരഞ്ഞെടുക്കുമെന്ന്. നാലാമത്തേതിൽ എഴുതിയിരുന്നത് നിങ്ങൾ ഈ സൂചനകളിൽ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുമെന്നാണ്. ഇനി നിങ്ങൾ പറയൂ, ആദി ഏത് വാതിലൂടെയാണ് പുറത്തേക്ക് പോകേണ്ടതെന്ന്? റൈറ്റ് വാല ഡോറ് ഹേ തെളിയിക്കാൻ പറ്റത്തില്ല. എനിക്കുള്ള ബുദ്ധി എനിക്കില്ല. അത്തളം ഇത്തളം തവളാച്ചിയും മറിയം എന്നിവിടെ കുതി മൂന്നാമത്തെ വാതിൽ നമുക്ക് കൂട്ടാം. എന്തുകൊണ്ടാന്ന് ചോദിക്കുന്നത്, നമുക്ക് കേസ് തെളിയിച്ചാൽ മതി. തെറ്റെന്നുണ്ടെങ്കിൽ തെറ്റട്ട പണ്ടാരം. ആദ്യത്തെ വാതിലിൽ എഴുതിയിരിക്കുന്നത് റൈറ്റ് ഭാഗത്തെ വാതിലാണ് ശരിയായ വാതിലെന്ന്. അവിടെ 3 വാതിലുകളും വലതുവശത്താണ് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ വാതിൽ എഴുതിയിരിക്കുന്നത് ഇതാണ് വലതുവശത്തെ വാതിലെന്ന്. മൂന്നാമത്തേതിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ശരിയായ വാതിലിലൂടെ പുറത്തു പോകുവാൻ സാധിക്കുമെന്ന്. പക്ഷേ ഏത് വാതിലാണ് ശരിയായ വാതിൽ? നാലാമത്തേത് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഈ സൂചനകളിൽ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുമെന്നാണ്. നിങ്ങൾ 4 വാതിലുകളും പരിശോധിച്ചാൽ 4ാമത്തെ വാതിലാണ് ശരിയായ വാതിലെന്ന് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആദ്യം 4ാമത്തെ വാതിൽ തുറന്ന് സുരക്ഷിതമായി പുറത്തേക്ക് പോകും. നമ്മൾ ഓവറായിട്ട് നമ്മളെ ബ്രെയിൻ യൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിന് ഡാമേജ് വരും. അവിടെ ഞാൻ ഓവറായിട്ട് ഇമാതിരി കാര്യങ്ങൾക്ക് ബ്രെയിൻ യൂസ് ചെയ്യാറില്ല. ഡാമേജ് വരും, ഡാമേജ്. എന്റെ ബ്രെയിൻ എനിക്ക് ആവശ്യമുള്ളതാണ്. പോകുന്നു. വരൂ നമുക്കിനി അടുത്ത റെഡിലേക്ക് പോവാം. ഈ ചിത്രം കണ്ടിട്ട് പെൺകുട്ടിയുടെ കൊലപാതകം ചെയ്തതെന്ന് ആരാണെന്ന് കണ്ടുപിടിക്കുവാൻ സാധിക്കുമോ? A, B, C. ഇതിൽ ആരാണ്? ശ്രദ്ധിച്ചു നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ ഉത്തരം. അപ്പൊ ഗൈസ്, നമ്മൾ കുറെയൊക്കെ തെളിയിച്ചിരിക്കുന്നു. അന്നത്തെ പോലെ തന്നെ 2-3 മാത്രം തെളിയിക്കാൻ ബാക്കിയുണ്ടായി. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല, എല്ലാം ഒന്നും തെളിയിക്കാൻ എന്നെ കൊണ്ട് പറ്റും. അപ്പൊ ഈ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ഓക്കെ, ബൈ.